ഇന്ത്യയുടെ കടുത്ത എതിർപ്പിനിടയിലും പാകിസ്ഥാന് 8,500 കോടി രൂപയുടെ സഹായമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നാണയനിധി നൽകിയിരിക്കുന്നത്. 2 തവണ ഗ്രേ ലിസ്റ്റിൽപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. എന്നിട്ടും എന്തിന് IMF പണം നൽകുന്നു? $7 ബില്യൺ വായ്പയിലെ 2ാം ഗഡുവായാണ് ഇപ്പോൾ 8,500 കോടി രൂപ IMF അനുവദിച്ചിരിക്കുന്നത് പാകിസ്ഥാന്. ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പാകിസ്ഥാനുള്ള ധനസഹായം നിർത്തണമെന്ന് IMFനോട് മാത്രമല്ല ലോക ബാങ്കിനോടും ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നതാണ്. ഭീകരർക്കുള്ള സഹായമാണ് ഇതെന്ന് ഇന്ത്യ പറഞ്ഞു. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെയാണ്, ഇന്ത്യയുടെ പ്രതിഷേധം വകവയ്ക്കാതെയാണ് ഇപ്പോൾ IMF പാകിസ്ഥാന് ആ 2ാം ഗഡു 8,500 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായ വിമർശനം ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും വളരെ വ്യാപകമായ വിമർശനമാണ്. IMF എന്നാൽ ഇന്റർനാഷണൽ മുജാഹിദീൻ ഫണ്ടാണോ എന്ന ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലും ഉയരുന്നുണ്ട്. എന്തായാലും IMFന്റെ പുതിയ സഹായം സാങ്ഷൻ ആയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ മിസൈൽ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. ഫത്തേഹ്-1 മിസൈലുകളാണ് ജമ്മു എയർബേസിലും പത്താൻകോട്ട് എയർബേസിലും ശ്രീനഗർ, ബിയാസ്, ഉധംപൂർ മേഖലകളിലേക്കും പാകിസ്ഥാൻ അയച്ചത്. പാകിസ്ഥാന്റെ ഈ മിസൈൽ ആക്രമണത്തെ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ന് രാവിലെയാണ് ഈ സ്ഥിതിവിശേഷത്തെ ആകെ വഷളാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം നടന്നത്. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഫത്തേഹ് മിസൈലുകൾ ഇന്ത്യയുടെ 3 എയർബേസുകൾക്ക് നേരെ, ജമ്മു, പത്താൻകോട്ട് എയർബേസുകൾക്ക് നേരെയും ശ്രീനഗർ, ബിയാസ്, ഉധംപൂർ മേഖലകൾക്ക് നേരെയും പാകിസ്ഥാൻ ഫത്തേഹ് മിസൈലുകൾ തൊടുക്കുകയായിരുന്നു. ഇന്ത്യ 2 പാകിസ്ഥാനി ഫൈറ്റർ ജെറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നു. ഇതിനോടകം ശ്രീനഗർ, ബഡ്ഗാം, ബരാമുള്ള മേഖലയിൽ കശ്മീരിൽ ഇന്ത്യൻ വ്യോമസേനയും പാകിസ്ഥാൻ വ്യോമസേനയും തമ്മിൽ നടന്നിട്ടുള്ള വ്യോമ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ 2 ഫൈറ്റർ വിമാനങ്ങൾ ഇന്ത്യ വീഴ്ത്തിയിരിക്കുന്നു. 2 ഫൈറ്റർ വിമാനങ്ങൾ വീഴ്ത്തിയിരിക്കുന്നു. അതേസമയം തന്നെ പാകിസ്ഥാൻ ഇന്ത്യൻ എയർബേസുകളിലേക്ക് നടത്തിയിട്ടുള്ള വ്യോമാക്രമണ ശ്രമത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഇപ്പോൾ ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പത്താൻകോട്ട്, ഉധംപൂർ എയർബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈൽ സ്റ്റോറേജ് സ്റ്റേഷന് നേരെയും ആക്രമണം നടത്താൻ ശ്രമിച്ചു. ഈ ആക്രമണങ്ങൾ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചിരിക്കുന്നു.